എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു വിശേഷമുള്ള ഒരു ദിവസമാണെന്ന് നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സുന്ദരിമണികളായിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ ഒരു ദിവസം ആഘോഷിച്ചായിരുന്നു. നമ്മുടെ നാട്ടിലെ ചേർത്തല കാർത്തേനി ക്ഷേത്രത്തിലെ ഉത്സവമാണ്, നാളെ കൊടിയേറ്റാണ്. അതിന് മുന്നോടിയായിട്ട് 2 ചേരുവാരക്കാരുടെ താലപ്പൊലി ഉണ്ടാവും. അതിൽ തെക്കേ ചേരുവാരത്തിൻ്റെ താലപ്പൊലി നടക്കുന്നത് എൻ്റെ അമ്മയുടെ തറവാട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പം ഇന്നാണ് താലപ്പൊലി, നാളെ കൊടിയേറ്റ്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വിശേഷപ്പെട്ടൊരു ദിവസം തന്നെയാണ്. എല്ലാവരും കുടുംബാംഗങ്ങൾ ഒത്തുചേരുകയും ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു ചടങ്ങാണ് ഈ താലപ്പൊലി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. ഇപ്പോൾ ഇവിടുന്ന് നടന്ന് നമ്മളിപ്പോൾ പുറപ്പെടാറായി. ഇവിടെ നടന്ന് അവിടം വരെ പോവാന്ന് പറയുന്നത് ഞങ്ങൾ കഴിയുന്നതും മുടക്കാത്തൊരു കാര്യമാണ്. നമുക്ക് താലപ്പൊലി എടുക്കാം അല്ലേ? ഈ വർഷത്തെ കൂടുതൽ വിശേഷങ്ങൾ വഴി പറയാം അല്ലേ? സ്ഥാനത്ത് കുടികൊള്ളും അംബികേ ശ്രീ കാർത്യായനി കൈതൊഴുന്നേൻ 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 അമ്മേ. ചേർത്തല അമ്പലത്തിൻ്റെ അടുത്തെത്തി. പോലീസ് സ്റ്റേഷൻ്റെ ഹൈവേയിൽ വരെ എത്തി. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നമ്മൾ നടന്നു. ഇത് നടപ്പിന് ഈ ഒരു ആവേശത്തിൽ കാലുവേദനയോ കല്ല് കുത്തിക്കയറുന്നതോ ഒന്നും നമ്മൾ അറിയില്ലല്ലേ ബാനു? പക്ഷെ ആ വേദനയൊക്കെ നാളെ അറിയും. ശരിക്കും ശരിയാ. പക്ഷെ എന്താ പറയുക, നമ്മൾ എന്നാലും അടുത്തൊരു വർഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. ഇത് ഈ പോകുന്ന ആളുണ്ടല്ലോ, അരുൺ ആദ്യമായിട്ടാണ് ഈ താലപ്പൊലിക്ക് പങ്കെടുക്കണം. ഇത്രയും വർഷമായി കല്യാണം കഴിച്ചിട്ട്. പണിയെടുക്കുന്നു. ഇത്രയും വർഷത്തിനുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് അരുൺ പങ്കെടുക്കുന്നത്. ഇത്തവണ ഞാൻ ഇന്ന് ബർത്ത്ഡേയും കൂടെ ആരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വന്നേ പറ്റുള്ളൂ. സാധാരണ എങ്ങനെയാ വെച്ചാൽ താലപ്പൊലി കഴിഞ്ഞ് അവിടെ എത്തുമ്പം വണ്ടിയിൽ അവിടെ വരിക ചെയ്യുക, അമ്പലത്തിൽ വരും. ഇന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാ ഈ ഒരു നടപ്പൊക്കെ അറിയട്ടെ പറഞ്ഞ് കൂടെ നടക്കാൻ പറഞ്ഞതാ.
കൊടിക്കയറ് വന്നിട്ടുണ്ട്. സാധാരണ കൊടിയേറ്റിന് തൊട്ട് മുമ്പാണ് കൊടിക്കയറ് കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം 8:30 കൊടിയേറ്റെന്ന് പറഞ്ഞിട്ട് 10:11 മണിയായി. കൊടിക്കയറ് വരാൻ താമസിച്ചു. അതുകൊണ്ടായിരിക്കും സാധാരണ അന്ന് കൊണ്ടുവരുന്നത്. ഇത് തലേ ദിവസമേ കൊടിക്കയറ് കൊണ്ടുവന്നു. അതിൻ്റെ കൊട്ടാണ് അകത്ത് കേൾക്കുന്നത്. അപ്പോൾ ചേർത്തല പൂരത്തിന് ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഈ വർഷം ഞങ്ങളുടെ വകയാണ്, അതായത് തെക്കേ ചേരുവാരത്തിൻ്റെ വകയാണ് പൂരം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നാളെ കൊടിയേറ്റ്, മറ്റാണെങ്കിൽ കൊടിയേറ്റിൻ്റെ വിഷ്വൽസ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്കല്ലേ. Yes. Bye bye. Like, share and subscribe.